വർഷങ്ങൾക്ക് മുൻപ് ഗാർഹിക പീഡനത്തിൽ ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യ വാർത്ത പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ശാസ്താംകോട്ട എന്ന സ്ഥലത്തു നിന്നാണ് ആ വാർത്ത പുറത്തു വന്നത്. ആർക്കും അത് മറക്കാനാകില്ല. കേരളക്കരയെ ഒന്നാകെ ഞെട്ടിച്ച വിസ്മയ എന്ന സുന്ദരിയായ പെൺകുട്ടിയുടെ മരണവാർത്ത. ശാസ്താംകോട്ട പോലീസ് കേസെടുത്ത് രജിസ്റ്റർ ചെയ്ത ഈ കേസിന്റെ ഓരോ ഘട്ടവും പ്രേക്ഷകർക്ക് അറിയാവുന്ന ഒന്ന് തന്നെയാണ്. ഇപ്പോഴിതാ ശാസ്താംകോട്ടയിൽ മറ്റൊരു പെൺകുട്ടിയുടെ കൂടി മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. കൊല്ലം ശാസ്താംകോട്ടയിൽ യുവതിയെ മരിച്ച നിലയിലാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഭർതൃവീട്ടിലായിരുന്നു ശ്യാമ ഉണ്ടായിരുന്നത്. മൈനാഗപ്പള്ളി സ്വദേശിയാണ് ശരിക്കും ശ്യാമ. 26 വയസ്സുകാരി. ഒരുപാട് സ്വപ്നത്തോടെയും ആഗ്രഹത്തോടെ വിവാഹം കഴിഞ്ഞുള്ള ജീവിതമായിരുന്നു ശ്യാമയുടേത്. എന്നാൽ കഴിഞ്ഞ ദിവസം തന്നെ ശ്യാമയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. വീടിനുള്ളിൽ വീണ് കിടക്കുകയായിരുന്നുവെന്നാണ് ഭാര്യയും സുഹൃത്തുക്കളെയും ചേർന്ന് സഹായത്തോടെ ആശുപത്രിയിൽ എത്തിച്ചുവെന്നാണ് പറയുന്നത്. തനിക്ക് ഒറ്റയ്ക്ക് അവളെ എടുക്കാൻ കഴിഞ്ഞില്ല എന്നും അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ വിളിച്ചു വരുത്തിയതെന്നും പറയുന്നു. നിലത്തായിരുന്നു ഭാര്യയുടെ ശരീരമെന്ന് പറയുന്നുണ്ട്. ഭർത്താവ് രാജീവ് ശാസ്താംകോട്ട പോലീസിന്റെ നിരീക്ഷണത്തിലാണ് ഇപ്പോൾ. അദ്ദേഹത്തിനെ പ്രതി ചേർക്കാനാകില്ലെങ്കിലും നിരീക്ഷണവും അതുപോലെ തന്നെ പല കാര്യങ്ങളും പരിശോധിക്കും. ശ്യാമയ്ക്ക് എന്തെങ്കിലും തരത്തിലെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നുവെന്നും ശ്യാമയ്ക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നുവെന്നും പരിശോധിക്കും. സ്ത്രീധന പീഡനമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ ഭർത്താവിൻ്റെ വീട്ടുകാരോ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അതും കണ്ടെത്താനാകും. അതിനോട് തന്നെ കണ്ടെത്തി കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുമെന്നും പറയുന്നു. സോഷ്യൽ മീഡിയ അടക്കമുള്ളവരിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം തന്നെയാണ് ഇത്. അതുപോലെ തന്നെ അവിടെയുള്ള നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉൾപ്പെടെ തന്നെ ശ്യാമ പ്രിയങ്കരിയാണ്. ആ ശ്യാമയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന ചോദ്യം തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. മറ്റ് അസുഖങ്ങളൊന്നുമില്ലായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പൂർത്തീകരിച്ചാൽ മാത്രമേ ശ്യാമയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരൂ. എന്തായാലും വിസ്മയയ്ക്ക് ശേഷം ശാസ്താംകോട്ടയിൽ തന്നെ ഭർതൃവീട്ടിൽ മറ്റൊരു പെൺകുട്ടിയുടെ മരണം കൂടി സംഭവിച്ചിരിക്കുകയാണ്. വിസ്മയുടേത് സംശയാസ്പദമായി തന്നെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് കേസിൽ തന്നെ നിരവധി കാര്യങ്ങൾ വാദിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ശ്യാമയുടെ കാര്യത്തിൽ നമുക്ക് ഭർത്താവിനെ അങ്ങനെ സംശയിക്കാനാകില്ലെങ്കിൽ പോലും ഇപ്പോൾ അദ്ദേഹം നിരീക്ഷണത്തിലാണ്. ആവശ്യമില്ലാതെ ഒരാളെ കുറ്റപ്പെടുത്താനാകില്ല എന്ന് പറയുന്നു. അവർ തമ്മിൽ നല്ല സ്നേഹത്തിലായിരുന്നു എന്ന് കൂട്ടുകാരെല്ലാവരും പറയുന്നുണ്ട്. എന്നാൽ കൂട്ടുകാർക്ക് അറിയാത്തതായി എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത്. എന്നാൽ അങ്ങനെ ഒരു കാര്യവും ഇല്ലായിരുന്നുവെന്നും ഞാനും ശ്യാമയും തമ്മിൽ നല്ലൊരു സ്നേഹബന്ധത്തിൽ തന്നെയായിരുന്നുവെന്ന് ഭർത്താവ് ഉറപ്പിച്ചു പറയുന്നുണ്ട്. ഇതുതന്നെയാണ് ഇപ്പോൾ വാർത്തകളിലേക്ക് ഏറ്റെടുക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകൾ തന്നെയാണ് ആരാധകരെല്ലാവരും ഇപ്പോൾ ഏറ്റെടുക്കുന്നതെന്ന് പറയാം. ഉടനെ തന്നെ ഇത് അന്വേഷിച്ചു കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ സാധിക്കൂ എന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.